ഹലോ, ഏവർക്കും അമേരിക്കൻ വിശേഷത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എയർ ലെയറിങ്. അപ്പം ആപ്പിളിനകത്ത് എയർ ലെയറിങ് എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഒരു 3 എയർ ലെയറിങ് ചെയ്തതാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു ലൈക്ക് 2 വീക്സ് ആയതാണ്. 2 വീക്സ് ആകുമ്പോഴത്തേന് ഇതിനകത്ത് എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിച്ചു തരാം. നമുക്ക് ഇടയ്ക്ക് തുറന്ന് നോക്കാം. ഹലോ, എൻ്റെ റൂട്ട് വരുന്നുണ്ട്. കണ്ടോ, ഒരു മഞ്ഞ കളർ വരുന്നുണ്ടോ? അതാണ് എൻ്റെ റൂട്ട്. അപ്പോൾ അതൊരു 45 ഡേയ്സാണ് പറയുന്നത്. 45 ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് വേരുണ്ടാവും. ഇതുപോലെ ഞാൻ ഗ്രേപ്പിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിനകത്ത് വീഡിയോ കണ്ട് തന്നെ ചെയ്തതാണ്. അപ്പം എങ്ങനെയാണ് ആപ്പിളിനകത്ത് എയർ ലെയറിങ് ചെയ്യുന്നതെന്ന് കണ്ടിട്ട് കൊള്ളാവുന്നത് ഒരു ഇത് കൊള്ളാം. ഞാൻ ഈ ഒരു പ്ലാന്റിൽ നിന്നാണ് എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഇവനായിക്കോട്ടെ. ഗാല ആപ്പിളിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. അത് ഹണി ക്രിസ്പാണ്. ഇത് ഗാല. അപ്പോൾ ഗാല എന്താണെന്ന് നോക്കാം. ഇത് കുഴപ്പമില്ലാത്ത ഒരു ശിഖരമാണ്. അപ്പോൾ അതിൻ്റെ ഈ അനുബന്ധ ആൾക്കാരെയൊക്കെ ഒന്ന് വെച്ചോളാം. നമ്മളിപ്പം എയർ ലെയറിങ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാർട്ടിലാണേ. നിങ്ങളുടെ ഗ്രാഫ്റ്റിംഗ് ടൂൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇത് കട്ട് ചെയ്യല്ല കേട്ടോ. അടിച്ചോളാം. അപ്പം ഒന്നുകൂടെ നോക്കിക്കോളൂ. ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ ചുറ്റിക്കുക. ഓക്കെ, ഒന്നുകൂടെ കാണിക്കാം. ഒരുപാട് കട്ട് ചെയ്യരുത്, ഇങ്ങനെ ചുറ്റിക്കുക. അതുപോലെ തന്നെ ഇത്രയും സ്പേസ് വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ ഒരു കട്ട് ചെയ്ത് കളയലിൽ പതിയേനെ ചെയ്യാം. ചെറിയേനെ സ്പാനർ അത് പറയുന്നത് നല്ല അടക്കന്നെ. പതിയെ ഒന്ന് ചെറിയൊരു കട്ട് കൊടുക്കുക. ഇതാ ഇങ്ങനെ. ഓക്കെ, ഇനി നിങ്ങൾക്ക് കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂൾ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇതിൻ്റെ ഗ്രാഫ്റ്റിംഗ് ടൂൾ ഞാൻ മേടിച്ചതാണ്. ഇതെല്ലാവരും ഒരു സെറ്റായിരുന്നു. അതിൽ ഇത് ഉപയോഗിച്ചിട്ട് ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിൻ്റെ ഈ തൊലി റിമൂവ് ചെയ്യണം കേട്ടോ. മുകളത്തെ പുറം ഭാഗം എനിക്ക് ഒറ്റക്കൈ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒറ്റക്കൈ കൊണ്ട് ഫോണും പിടിക്കണം, ഇത് കട്ട് ചെയ്യണം. ഇച്ചിരി പാടാണ്. എൻ്റെ സ്റ്റാൻഡ് ഉണ്ട്, പക്ഷേ ഞാനിങ്ങനെ കാറ്റുണ്ടായതുകൊണ്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം കട്ട് ചെയ്യുക, എന്നിട്ട് ഇത് ഇളക്കിയെടുക്കുക. എൻ്റെ കൈ നിറച്ച് മണ്ണും വയ്ക്കുക. നോക്കട്ടെ. ഇപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേനെന്താ ഞാൻ പൊട്ടിച്ചളഞ്ഞല്ലേ. ഇങ്ങനെ നമുക്ക് അതിൻ്റെ പുറംതൊലി ഇങ്ങനെ അതിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് പറ്റും. ബാക്കിയുള്ളത് നമുക്ക് ഇതിങ്ങനെ വെട്ടിക്കളയാം കേട്ടോ. ക്ലീൻ ചെയ്തെടുക്കാം. കണ്ടോ, അതിൻ്റെ തൊലി പുറത്ത് എടുത്ത് കളഞ്ഞ്. ഇനിയിപ്പോൾ ഇതാ ഇങ്ങനെ ഇത് വെച്ചിട്ട് അതിൻ്റെ ഈ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കണേ. ഇനി നമ്മളുടെ റൂട്ടിങ് ഹോർമോൺ ഇതിൻ്റെ ചുറ്റിനങ്ങ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. കണ്ടില്ല എന്നൊന്ന് ഇങ്ങനെ ചുറ്റിനും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഓക്കെ, ഇനി ആ സെല്ലിൽ നല്ലവണ്ണം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈർപ്പം നന്നായിട്ട് വേണം. എന്നിട്ട് ഇതാ ഇവിടെ ഈ വാ തുറന്നിരിക്കുന്ന ഭാഗമല്ലേ, അത് മുകളിൽ വരണം. ചെറിയ കുട്ടി ഭാഗം താഴെ വരുന്ന രീതിയിൽ വേണം ചെയ്യാനേ. ഇതാ ഇതിനെ ഇങ്ങനെ കിടത്തിയിട്ട് എൻ്റെ വായു മൂടിക്കിട്ടുക.
കണ്ടിട്ടുണ്ടാവുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു ക്ലിപ്പുണ്ട്, ആ ക്ലിപ്പ് ഇതിനകത്തേക്ക് ഇടണം. ക്ലിപ്പ് ഇട്ടു, കണ്ടോ? ഇത് എയർ ലെയറിങ്ങിന് സെറ്റായിട്ടുണ്ട്. എൻ്റെ മണ്ണ് പുറത്ത് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അകത്ത് നല്ല എന്താ പറയുക, നല്ല എയർ ടൈറ്റഡാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. അപ്പം ഇങ്ങനെയാണ് എയർ ലെയറിങ് ചെയ്യുന്നത്. ഞാനിങ്ങനെയാണ് ചെയ്തത്. എന്നിട്ട് ചില ചൂട് സമയം ഇപ്പോൾ 2 days 3 days കഴിഞ്ഞിട്ട് അതിനിങ്ങനെ വെള്ളം ഇതിനകത്തേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഈർപ്പമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വേര് വരും. അപ്പം ഇങ്ങനെയാണ് കേട്ടോ എയർ ലെയറിങ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. See you then. Bye bye.